ഹായ്, നമ്മൾ ഓയിലർ ഫോർമുലയാണ് നോക്കാൻ പോണത്. ഫോർ എ കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് ജി n minus m plus f equal to 2 where f denotes the number of faces, n എന്ന് പറഞ്ഞ number of vertices, m എന്ന് പറഞ്ഞ number of edges, f എന്ന് പറഞ്ഞ number of faces. we apply induction on f. അപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ഒരു കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് ജി എടുക്കുകയാണെങ്കിൽ n മൈനസ് എം പ്ലസ് എഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ആണെന്നാണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇഫ് എഫ് ഈക്വൽ ടു 1, ഫേസ് ഒന്നേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതായത് ട്രീയുടെ ഫേസ് എത്രയാണ്? 1. ദെൻ ജി ഈസ് എ ട്രീ ആൻഡ് എം ഈക്വൽ ടു എന്താണ്? n മൈനസ് 1. അതായത് ഒരു ഫേസ് ഉള്ളത് നമ്മൾ ട്രീ ആയിട്ടാണ് ചൂസ് ചെയ്യുക. ആ ട്രീക്ക് എന്താണ്? n എഡ്ജസും n വേർട്ടിസസ് ഉണ്ടെങ്കിൽ ട്രീയുടെ നമ്പർ ഓഫ് എഡ്ജസിന് നമുക്ക് എങ്ങനെ എഴുതാം? n മൈനസ് 1 എഴുതാം. അതായത് ട്രീയിലെ ഉള്ള റിസൾട്ടാണത്. ഓക്കെ, ഹെൻസ് നമുക്ക് n മൈനസ് എം പ്ലസ് എഫ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. നമ്മൾ നോക്കാം. n മൈനസ് എമ്മിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കുക? n മൈനസ് 1 കൊടുക്കുക. സോ n പ്ലസ് 1 പ്ലസ് ഫേസ് 1, സോ ഈക്വൽ ടു എന്നും ക്യാൻസൽ ചെയ്തു 2 എന്ന് വരും. ഓക്കെ, ദെൻ അടുത്ത now assume that the result is true for all plane graphs with f minus 1 faces. f minus 1 faces ഉള്ള എല്ലാ പ്ലെയിൻ ഗ്രാഫിനും ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് എന്ത് നോക്കണം? f greater than or equal to 2 and suppose that g has f face. f മൈനസ് 1 ഫേസസിനുള്ള എല്ലാ നമ്മളുടെ പ്ലെയിൻ ഗ്രാഫിനും ഇത് ട്രൂ ആണ്. ആൻഡ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. കാരണം എഫ് ഈക്വൽ ടു 1 നമ്മൾ ട്രൂ ആണെന്ന് തെളിയിച്ചു. അപ്പോൾ എഫിന് ഫേസിന് എത്ര മുതലാണ്? 2, 3, 4 അങ്ങനെ എത്ര വരെ? എഫ് മൈനസ് 1 വരെ. ഓക്കെ, ഇനി നമ്മൾ സപ്പോസ് ചെയ്യുക ജിക്ക് എഫ് ഫേസസ് ഉണ്ടെന്ന് സപ്പോസ് ചെയ്യുക. സിൻസ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ജി ഈസ് നോട്ട് എ ട്രീ. എഫ് ഗ്രേറ്റർ ദാൻ ഫേസ് രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ജി എന്ന് പറഞ്ഞാൽ ട്രീ അല്ല. ആൻഡ് ഹാൻസ് കണ്ടെയ്ൻസ് എ സൈക്കിൾ. ട്രീ അല്ലെങ്കിൽ അതിൽ എന്തുണ്ടായിരിക്കും? സൈക്കിൾ കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ, ട്രീ അല്ലെങ്കിൽ സൈക്കിൾ കണ്ടെയ്ൻ ചെയ്യും. സോ ലെറ്റ് ഇ ബി ആൻ എഡ്ജ് ഓഫ് സി. സിയുടെ ഒരു എഡ്ജാണ് ഇ എന്ന് വിചാരിക്കാം. ദെൻ ഇ ബിലോങ് ടു എക്സാക്ട്ലി 2 ഫേസസ്. ഇ എന്ന് പറഞ്ഞത് എന്തായാലും എന്തുണ്ട്? രണ്ട് ഫേസസിൽ എന്തായാലും അത് ഇൻക്ലൂഡ് ചെയ്യും. സേ F1 ആൻഡ് F2. ഈ ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് ഫേസിന് ഈ എന്ന് പറഞ്ഞപ്പോൾ എഡ്ജ് ഇതാണെന്ന് വിചാരിക്കാം. അതിൽ ഒരു സൈക്കിളല്ലേ. സോ നമ്മളിത് ഇങ്ങനെ വരച്ചു. ഇതിലിപ്പോൾ ഇ എന്ന് പറഞ്ഞ എഡ്ജ് ഇതാണ്. ഇത് F1 എന്ന് പറഞ്ഞ ഫേസും ഇത് F2 എന്ന് പറഞ്ഞ ഫേസും. അങ്ങനെ രണ്ട് ഫേസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എഡ്ജാണ് എന്ത്? ഇ എന്ന് വിചാരിക്കുക. ആൻഡ് ദ ഡിലീഷൻ ഓഫ് ഇ ഫ്രം ജി റിസൾട്ട്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ സിംഗിൾ ഫേസ് ഫ്രം F1 ആൻഡ് F2. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. സോ ഇനെ നമ്മൾ മായ്ച്ചു കളയും. ഇനെ മായ്ച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? F1 F2 എന്ന് പറഞ്ഞ ഫേസ് എന്ത് പോയി? F1 F2 എന്ന് പറഞ്ഞാൽ ഫേസ് പോയിട്ട് അതൊരു സിംഗിൾ ഫേസ് ആയി. ഓൾസോ സിൻസ് ഇ ഈസ് നോട്ട് എ കട്ട് എഡ്ജ് ഓഫ് ജി. ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തല്ല? കട്ട് എഡ്ജ് അല്ല. കട്ട് എഡ്ജ് അല്ല. കാരണം എന്താ? ജി മൈനസ് ഇ പറഞ്ഞാൽ കണക്റ്റഡ് ആണ്. കാരണം നോക്കുക, ജി എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമുള്ള ഗ്രാഫ് ആയിരുന്നു. ജി എന്ന് പറഞ്ഞാൽ ഇയും കൂടി ഉൾപ്പെട്ട ഗ്രാഫ് ആയിരുന്നു. ബട്ട് നമുക്ക് എന്തറിയാം? ഈ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇങ്ങനൊരു ഗ്രാഫാണ് കിട്ടിയത്. പക്ഷെ അതെന്തല്ല? ഡിസ്കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇ എന്ന് പറഞ്ഞത് ഒരു കട്ട് എഡ്ജ് അല്ല എന്ന് പറയാം. ജി മൈനസ് ഇ പറഞ്ഞു. ഈനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് കണക്റ്റഡ് ആണ്. ദി നമ്പർ ഓഫ് ഫേസസ്. അപ്പോൾ ഈ ജി മൈനസ് ഇയിലെ നമ്പർ ഓഫ് ഫേസസ് അപ്പോൾ എത്ര വരുന്നത്? ആദ്യം 2 ഫേസാണ് ഉണ്ടായിരുന്നത്. ആ 2 ഫേസിൽ നമ്മൾ ഒരു എഡ്ജിനെ കളഞ്ഞപ്പോൾ അത് എത്ര ഫേസായി? ഒരു ഫേസായി മാറി. അപ്പോൾ 2 ഫേസസിൽ നിന്ന് ഒരു ഫേസ് ഡിലീറ്റ് ചെയ്ത്, അപ്പോൾ എഫ് ഫേസ് ആണെങ്കിൽ അതിൽ നിന്ന് എഫ് മൈനസ് 1 ഫേസായി മാറി. അപ്പോൾ എഫ് മൈനസ് 1 ഫേസിന് ട്രൂ ആണെന്ന് നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട് ബൈ യൂസിങ് ഇൻഡക്ഷൻ. സോ ബൈ ദി ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? എഫ് മൈനസ് 1ന് ട്രൂ ആണെങ്കിൽ നമ്മളുടെ എന്താ നമ്മൾ അസംഷൻ ചെയ്തെന്താ? n മൈനസ് എം പ്ലസ് എഫ് ഈക്വൽ ടു 2 ആണെന്നാണ് നമ്മൾ ട്രൂ ആണെന്നാണ് ഈ ഒരു റിസൾട്ട് ട്രൂ ആണെന്നാണ് നമ്മൾ സപ്പോസ് ചെയ്തത്. സോ ഇത് നമ്മൾ എന്ത് കൊടുക്കുക? n മൈനസ് ഒരു എഡ്ജ് പോയി, ഒരു എഡ്ജിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. സോ എം മൈനസ് 1. വേർട്ടിസസിന് ഒരു പ്രശ്നം വരില്ല. കാരണം നിങ്ങൾ ഇങ്ങനെ നോക്കുക, ഈ ഒരു ഇതിൽ വേർട്ടിസസ് നമ്മളൊന്നും ചെയ്യുന്നില്ല, എഡ്ജാണ് ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ എം മൈനസ് 1 ആയി. പ്ലസ് എത്ര ഫേസാണ്? എഫ് മൈനസ് 1. ദാറ്റ്സ് ഈക്വൽ ടു 2 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ബൈ ഇൻഡക്ഷൻ നമ്മൾ ട്രൂ ചെയ്ത് വെച്ചിരുന്നത്. ഇനി ഇതൊന്ന് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? n മൈനസ് എം, ഇവിടെ ഈ 1 കൂടിയിട്ട് ക്യാൻസൽ ആവും. ഈ 1 പ്ലസ് 1 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ n മൈനസ് എം പ്ലസ് എഫ് ഈക്വൽ ടു എത്ര വന്നു? 2. സോ ദിസ് കംപ്ലീറ്റ്സ് ദി പ്രൂഫ് ഓഫ് തിയറം. അപ്പോൾ ബൈ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്.
അപ്പോൾ ഞാനിപ്പോൾ F-1 ഫേസ് എന്നുള്ളതിന് ഞാൻ എന്ത് ചെയ്തു, 2 ഫേസ് എടുത്തിട്ട് പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് പിക്ചറൊക്കെ വരച്ച് കാണിച്ചു തന്നു. അപ്പോൾ അതേപോലെ നിങ്ങൾ ഈ ഗ്രാഫ് തിയറിയിൽ ഏത് പ്രോബ്ലം വന്നാലും ഇപ്പോൾ ഒരു n ഫേസസിനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2-3 ഫേസസോ അല്ലെങ്കിൽ 2-3 വേർട്ടിസസോ അല്ലെങ്കിൽ 2-3 എഡ്ജസ് വെച്ചിട്ട് ആ റിസൾട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. നിങ്ങൾക്ക് തന്നിട്ടുള്ള തിയറത്തിൻ്റെ റിസൾട്ട് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം എന്താവും, ആ പ്രൂഫ് എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അടുത്തൊരു കൊറോളറിയാണ്, ഓൾ പ്ലെയിൻ എംബഡിങ്സ് ഓഫ് എ ഗിവൺ പ്ലാനാഗ്രാഫ് ഹാവ് ദി സെയിം നമ്പർ ഓഫ് ഫേസസ്. അതായത് ഒരു പ്ലാനർ ഗ്രാഫിലെ എല്ലാ പ്ലെയിൻ എംബഡിങ്ങിനും സെയിം നമ്പർ ഓഫ് ഫേസസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തറിയാം, ഫേസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആകെ എന്തിനേ ഉള്ളൂ, നമ്പർ ഓഫ് എഡ്ജിനും നമ്പർ ഓഫ് വേർട്ടിസസിനും മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറഞ്ഞത് m-n+2 ആണ്. അതായത് n-m+f=2 എന്നുള്ളത് നമ്മൾ തിരിച്ച് എങ്ങനെ എഴുതി, f=m-n+2 എന്ന് എഴുതി. ഓക്കെ, ഇതിൽ നമുക്ക് എന്തറിയാം, എഫ് എന്ന് പറഞ്ഞ ഫേസ് എന്നിനെയും നമ്പർ ഓഫ് എഡ്ജസിനെയും നമ്പർ ഓഫ് വേർട്ടിസസിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ ആൻഡ് നോട്ട് ഓൺ ദി പെർട്ടിക്കുലർ എംബഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പ്ലെയിൻ എംബഡിങ് എല്ലാ പ്ലാനാറിലെ പ്ലെയിൻ എംബഡിങ്സിനും നമ്പർ ഓഫ് ഫേസസ് സെയിം ആവണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആകെ ഈ ഒരു ഫേസസിൻ്റെ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന എഡ്ജസിനെയും വേർട്ടിസസിനെയാണ്. ഓക്കെ, അടുത്തൊരു കൊറോളറി, ഇഫ് ജി ഈസ് എ സിമ്പിൾ പ്ലാനാഗ്രാഫ് വിത്ത് അറ്റ്ലീസ്റ്റ് 3 വേർട്ടിസസ്. ജി എന്ന് പറഞ്ഞൊരു സിമ്പിൾ പ്ലാനാഗ്രാഫാണ്, അതിൽ അറ്റ്ലീസ്റ്റ് 3 വേർട്ടിസസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ m< ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ്, n പറഞ്ഞാൽ നമ്പർ ഓഫ് വേർട്ടിസസ്. സോ വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി വി ക്യാൻ അസ്യൂം ദാറ്റ് ജി ഈസ് എ സിമ്പിൾ കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ്. ജി എന്ന് പറഞ്ഞൊരു സിമ്പിൾ കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു വിത്ത് n > 3. Since G is simple and n > 3, each face of G has a degree at least 3. എന്തായിരിക്കും, ഓരോ ഫേസിൻ്റെയും ഡിഗ്രി എന്തായിരിക്കും, അറ്റ്ലീസ്റ്റ് 3 ആയിരിക്കും. ഓക്കെ, ഹെൻസ് നമുക്ക് എന്തെഴുതാം, സിഗ്മ എഫ് എലമെൻറ്റ് ഓഫ് എഫ് ഡി ഓഫ് എഫ് ഈസ് > 3f. > 3f, കാരണം എല്ലാ ഫേസസിൻ്റെയും കൂടിയിട്ട് സം ചെയ്തിട്ടുണ്ട് ഡിഗ്രി, എല്ലാ ഫേസസിൻ്റെ ഡിഗ്രിയും കൂടി നമ്മൾ സം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തേ വരുള്ളൂ, ഫേസിൻ്റെ കൂടെ എത്ര ഫേസ് ഉണ്ടോ അതിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തതേ വരുള്ളൂ. അപ്പോൾ അത് എന്തായാലും എല്ലാ ഫേസസിൻ്റെ ഡിഗ്രിയുടെ സം എന്ന് പറഞ്ഞാൽ എന്തായാലും എന്തിനേക്കാളും വലുതായിരിക്കും, ഫേസസുകളുടെ എണ്ണത്തിനേക്കാളും വലുതായിരിക്കും. ബട്ട് എഫ് എലമെൻറ്റ് ഓഫ് എഫ് ഡി ഓഫ് എഫ് = 2m എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ ഫേസസിൻ്റെ അവിടെ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി ഓഫ് എഫ് എല്ലാ ഫേസസിൻ്റെയും ഡിഗ്രി എന്തിനോട് ഈക്വൽ ആയിരിക്കും, ഡിഗ്രികളുടെ സമ്മ് 2m നമ്പർ ഓഫ് എഡ്ജസിൻ്റെ മൾട്ടിപ്ലിക്കേഷനോട് ഡബിളിനോട് ഈക്വൽ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഇതിൽ രണ്ടെണ്ണം കൂടിയിട്ട് നമുക്ക് എന്ത് എഴുതാം, 2m > 3f എന്ന് എഴുതാം. ദാറ്റ് ഈസ് f < 2m/3. f < 2m/, അതായത് എഫിനോട് നിർത്തിയിട്ട് 3 അങ്ങോട്ട് കൊണ്ടുപോകാം. സോ f < 2m/3 ഉണ്ട്. ദെൻ ബൈ ഓയിലർ ഫോർമുല നമുക്ക് എന്തറിയാം, നമുക്കിപ്പോൾ ഇവിടെ റിസൾട്ട് എന്തിൻ്റെയാണ്, നമ്പർ ഓഫ് എഡ്ജസിൻ്റെയാണ് വരുന്നത്. സോ n-m+f=2 എന്നുള്ള റിസൾട്ട് നമുക്കറിയാം. നമ്മളവിടെ എമ്മിനെ അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും എന്ത് ചെയ്യുക, ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. സോ m=n+f-2 എന്ന് വരും. അതിൽ എഫിൽ എന്ത് കൊടുക്കുക, is < 2m/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ m < n+2m/3 - 2 എന്ന് വരും. സോ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾ നോക്കാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 3n m < 3n+2m, ഇവിടെ 3m ഉണ്ടാവും, 3m < 3n+2m - 6 എന്ന് വരും. ഓക്കെ, ഈ 2mനെ നമ്മൾ വീണ്ടും കൂടെ കൊണ്ടുവരും. സോ m is < 3n - 6 എന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്തു. ഈ ഇക്വാലിറ്റീസൊക്കെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയതാണ് കേട്ടോ. Then the above result is not valid if n = 1 or 2. n = 1 or 2 ആണെങ്കിൽ നമ്മുടെ ഈ റിസൾട്ട് വാലിഡ് അല്ല എന്നാണ് പറയുന്നത്. കണ്ടീഷൻ ഓഫ് കൊറോളറി 8.23 ഹോൾഡ് ചെയ്യില്ല എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ഫോർ പ്ലാനാരിറ്റി ഓഫ് എ സിമ്പിൾ കണക്റ്റഡ് ഗ്രാഫ് ആസ് ദി പീറ്റേഴ്സൺ ഗ്രാഫ് ഷോസ്. ഫോർ ദി പീറ്റേഴ്സൺ ഗ്രാഫ് m = 15. പീറ്റേഴ്സൺ ഗ്രാഫ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് 15 ആണ്, അതേപോലെ നമ്പർ ഓഫ് വേർട്ടിസസ് 10 ആണ്. m 15ഉം n എന്താണ് 10ഉമാണ്. hence m < 3n - 6 എന്നാണ്. സോ m എന്ന് പറഞ്ഞാൽ 15 is < 3 × 10 - 6. സോ 30 - 6 എന്ന് വരും. 3 × 10, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 30 - 6 എന്ന് പറയുമ്പോൾ 24 എന്ന് വരും. സോ 15 < 24 ആണ്, അത് കറക്റ്റാണ്. ബട്ട് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇഫ് എ ജി ഈസ് എ സിമ്പിൾ പ്ലാനാർ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് പീറ്റേഴ്സൺ ഗ്രാഫ് പ്ലാനാർ ആണോ, അല്ല. സോ പീറ്റേഴ്സൺ ഗ്രാഫ് ഈസ് നോട്ട് പ്ലാനാർ.
അപ്പോൾ പീറ്റേഴ്സൺ ഗ്രാഫ് അല്ല, ഒരു ഗ്രാഫ് സിമ്പിളും പ്ലാനാറും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, IM <= 3n - 6 എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് വെച്ചിട്ട് നമ്മുടെ ഗ്രാഫ് എന്താവണമെന്നില്ല, പ്ലാനാർ ആവണമെന്നില്ല. അതിനൊരു എക്സാമ്പിളാണിത് കേട്ടോ. അപ്പോൾ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരു ഗ്രാഫ് സിമ്പിൾ പ്ലസ് പ്ലാനാർ ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് വേർട്ടിസസ് എന്തിനായിരിക്കും, M <= 3n - 6 ആയിരിക്കും. ഇനി M <= 3n - 6 ആണെന്ന് കരുതിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഗ്രാഫ് പ്ലാനാർ ആണെന്ന് പറയാൻ പറ്റില്ല. സോ ഇതിനൊരു എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ പീറ്റേഴ്സൺ ഗ്രാഫാണ് പറയേണ്ടത് കേട്ടോ. അത് ചോദിക്കാറുണ്ട്, അപ്പോൾ എന്തായാലും പഠിച്ചു വയ്ക്കാം. അടുത്ത ഷോ ദാറ്റ് ദി കോംപ്ലിമെൻറ്റ് ഓഫ് എ സിമ്പിൾ പ്ലാനാർ ഗ്രാഫ് വിത്ത് 11 വേർട്ടിസസ് ഈസ് നോൺ പ്ലാനാർ. നമ്മളോട് പറയുന്നത് ഒരു സിമ്പിൾ പ്ലാനാർ ഗ്രാഫിൻ്റെ കോംപ്ലിമെൻറ്റ് അതിന് എത്ര വേർട്ടിസസ്, 11 വേർട്ടിസസ്, അത് നോൺ പ്ലാനാർ ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞത്. സോ G എന്ന് പറഞ്ഞൊരു സിമ്പിൾ പ്ലാനാർ ഗ്രാഫാണ് വിത്ത് n of G = 11. അതിൻ്റെ വേർട്ടിസസിൻ്റെ എണ്ണം 11 ആണ്. സിൻസ് G ഈസ് പ്ലാനാർ, G പ്ലാനാർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് പറയാം, G പ്ലാനാർ ആയതുകൊണ്ട് M of G = നമുക്ക് എങ്ങനെ എഴുതാം, is <= 3n - 6 that's equal to 3 × 11 - 6 that's equal to 27 വരും. ഓക്കെ, അപ്പോൾ 26 ആണ് എന്ത്, നമ്പർ ഓഫ് വേർട്ടിസസ് 26 അതിനേക്കാളും ചെറുതോ. ഇഫ് G കോംപ്ലിമെൻറ്റ് വേർ ഓൾസോ പ്ലാനാർ, G പ്ലാനാർ ആയതുകൊണ്ട് G കോംപ്ലിമെൻറ്റ് പ്ലാനാർ ആണ് നമ്മൾ പ്ലാനാരിറ്റിയോടെ പറഞ്ഞിട്ടുണ്ട്. സോ ദെൻ M of G കോംപ്ലിമെൻറ്റ് എന്താ വരുള്ളൂ, 27 വരിക. ഓൺ ദി വൺ ഹാൻഡ് M of G plus M of G കോംപ്ലിമെൻറ്റ് ഈസ് <= to 27 + 27 that's equal to 54. whereas on the other hand M of G plus M of G കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. M of G ഞാൻ പറയാൻ മറന്നതാണെന്നറിയില്ല. അല്ല, നമ്മൾ കോംപ്ലിമെൻറ്റിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് G പ്ലസ് നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് G കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർട്ടിസസ്. സോ NC2 ആയിരിക്കും, NC2 കേട്ടോ. NC2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ n എത്ര, 11. സോ 11C2 പറഞ്ഞാൽ 55 ആയിരിക്കും. അപ്പോൾ നമുക്ക് M of G plus M of G കോംപ്ലിമെൻറ്റ് നമുക്ക് ആദ്യം ചെയ്തപ്പോൾ 54 എന്ന് വന്നു. രണ്ടാമത് നമ്മൾ ഇതാണ് ശരിക്കുള്ള റിസൾട്ട്, ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തപ്പോൾ 55 എന്ന് വന്നു. അപ്പോൾ നമുക്ക് എന്ത് വന്നു, കോൺട്രഡിക്ഷൻ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, G കോംപ്ലിമെൻറ്റ് ഈസ് നോൺ പ്ലാനാർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്തായിട്ട് അടുത്തുനിന്ന് G കോംപ്ലിമെൻറ്റ് പ്ലാനാർ ആണെങ്കിൽ എന്തായിരിക്കും, M of G കോംപ്ലിമെൻറ്റ് M of G = എഴുതാൻ പറ്റും, സമ്മായിട്ട് എഴുതാൻ പറ്റും എന്നാണ് നമ്മുടെ അടുത്ത് നിന്ന്. ഓക്കെ, അടുത്ത ഫോർ എനി സിമ്പിൾ പ്ലാനാഗ്രാഫ് G ഡെൽറ്റ ഓഫ് G <= 5. ഏത് സിമ്പിൾ പ്ലാനാഗ്രാഫ് G എടുത്താലും അതിൻ്റെ ഡെൽറ്റ ഓഫ് G പറഞ്ഞാൽ മിനിമം ഡിഗ്രി എന്തായിരിക്കും, <= 5 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇഫ് n <= 6 then capital delta of G <= 5. Hence delta of G <= delta of G <= 5. Proving the result. അതായത് n 6നേക്കാളും ചെറുതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരാം, അതിൻ്റെ മാക്സിമം ഡിഗ്രി എന്തേ വരുള്ളൂ, 5 വരുള്ളൂ, <= 5 വരുള്ളൂ, കാരണം 6 ഒരിക്കലും വരില്ല. ഹെൻസ് നമുക്ക് മിനിമം ഡിഗ്രി എന്ന് പറഞ്ഞത് എന്താ, മിനിമം ഡിഗ്രി എന്ന് പറഞ്ഞത് എന്തായാലും മാക്സിമം ഡിഗ്രീനേക്കാളും ചെറുതാവും. ദാറ്റ്സ് <= 5. Proving the results for such graph. Hence assume that ഇനി n <= 6 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, n = 1 2 3 4 അങ്ങനെ 5 6 വരെ എത്തി. അപ്പോൾ ആ ഒരു റിസൾട്ട് ട്രൂ ആയി. ഇനി n > 7 ആണെങ്കിൽ ബൈ കൊറോളറി 8.23 വെച്ച് നമുക്ക് എന്ത് എഴുതാം, M <= 3n - 6 ആണ്, പ്ലാനാർ ഗ്രാഫാണ്. സോ M <= 3n - 6 എന്ന് എഴുതാം. സോ ഡെൽറ്റ എന്ന് പറഞ്ഞത് എന്താ, ഡിഗ്രീസിൻ്റെ സമ്മിനേക്കാളും എന്താണ്, ചെറുതാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 2m എന്ന് എഴുതാം. സോ 2 × 3n - 6 ദാറ്റ്സ് ഈക്വൽ ടു 6n - 12 എന്ന് എഴുതാം. ഹെൻസ് n ഓഫ് ഡെൽറ്റ -6, അതായത് ഇപ്പോൾ ഇവിടെ എന്ത് വന്നു, ഡെൽറ്റ n എന്ന് പറഞ്ഞത് മിനിമം ഡിഗ്രി ഇൻറ്റു നമ്പർ ഓഫ് വേർട്ടിസസ് ഈസ് <= 2m എന്ന് വന്നു. ഈ എമ്മിൻ്റെ അവിടെ എന്ത് വന്നു, 2 × 3n - 6, കാരണം m എന്ന് പറഞ്ഞാൽ 3n - 6നേക്കാളും ചെറുതാണ്. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, 6n - 12 എന്ന് എഴുതാം. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ എന്ത് കിട്ടി, ഡെൽറ്റ n ഈസ് <= 6n - 12 ആണെന്ന് കിട്ടി. ഇതിന് നമ്മൾ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ, അതായത് 6n അങ്ങോട്ട് കൊണ്ടുപോകാം. സോ n × ഡെൽറ്റ -6 ഈസ് <= -12 എന്ന് വന്നു. കോൺസിക്വൻ്റ്ലി ഡെൽറ്റ -6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, ഈസ് നെഗറ്റീവ്. ഡെൽറ്റ -6 എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, കാരണം ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ, മിനിമം ഡിഗ്രിയാണ്. മിനിമം ഡിഗ്രി എന്തായാലും എന്താവുള്ള ഇവിടെ n എന്ന് പറഞ്ഞാൽ > 7 ആണ്. സോ
ഡെൽറ്റ എന്ന് പറഞ്ഞത് മിനിമം ഡിഗ്രിയാണ്, ഇസ് നെഗറ്റീവ്, ഇംപ്ലൈങ് ദാറ്റ് ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ ഡെൽറ്റ -6 എന്തായാലും നെഗറ്റീവ് ആവണം, കാരണം എന്താ വെച്ചാൽ ഇവിടെ -12 ആണ് വന്നിരിക്കുന്നത്. സോ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയാൽ നമുക്ക് എന്ത് വരുള്ളൂ, ഇവിടെ -12 വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ പ്രൂഫും തിയറുമാണ്. അപ്പോൾ എന്തായാലും പഠിച്ചു വെക്കാം. ഇനി അടുത്ത് നമ്മളൊരു ഡെഫിനേഷനാണ് പറയുന്നത്, ഗിർത്ത് എന്ന് പറഞ്ഞ ഡെഫിനേഷൻ. ഗിർത്ത് ഓഫ് എ ഗ്രാഫ് ജി. ഗിർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ദി ലെങ്ത് ഓഫ് എ ഷോർട്ടസ്റ്റ് സൈക്കിൾ ഇൻ ജി. ഒരു ജി എന്ന് പറഞ്ഞ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതിലൊരു ഷോർട്ടസ്റ്റ് സൈക്കിളിൻ്റെ ലെങ്ത്തിനാണ് നമ്മൾ എന്ത് പറയുക, ഗിർത്ത് എന്ന് പറയാം. ഷോർട്ടസ്റ്റ് സൈക്കിൾ ഓഫ് എ ഷോർട്ടസ്റ്റ് സൈക്കിൾ ഇൻ ജിയിലാണ് നമ്മൾ എന്ത് പറയുക, ഗിർത്ത് എന്ന് പറയാം. ഓക്കെ, ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് സൈക്കിൾ. ഇനി അടുത്തത്, ഇഫ് ദി ഗിർത്ത് കെ ഓഫ് എ കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് ജി ഈസ് അറ്റ്ലീസ്റ്റ് 3, ദെൻ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു n-2 ഡിവൈഡഡ് k-2. ഗിർത്തിന് നമ്മൾ കെ എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. സോ കെ എന്ന് പറഞ്ഞത് ഗിർത്ത് കെ ഓഫ് എ കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് ജി എന്ന് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസും നമ്പർ ഓഫ് വേർട്ടിസസും കെ ഗിർത്തും തമ്മിലുള്ള ഒരു ഇക്വാലിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യാം. ലെറ്റ് എഫ് ഡിനോട്ട് ദി സെറ്റ് ഓഫ് ഫേസ്. എഫ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഫേസ് ആണ്. ആൻഡ് എഫ് ആസ് ബിഫോർ ഡിനോട്ട് ദി നമ്പർ ഓഫ് ഫേസസ് ഓഫ് ജി ഇഫ് എഫ് എലമെൻറ്റ് ഓഫ് എഫ്. എഫ് എന്ന് പറഞ്ഞത് എഫിലെ എലമെൻ്റ് ആണ്. ദെൻ ഡിഗ്രി ഓഫ് എഫ് എന്തായിരിക്കും, ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. കാരണം കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇസ് എ ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ കെ ആയിരിക്കും. സിൻസ് നമുക്ക് എന്ത് എഴുതാം, 2m ഈക്വൽ ടു സിഗ്മ എഫ് എലമെൻറ്റ് ഓഫ് ഡി ഓഫ് എഫ് ആണ്. വി ഗെറ്റ് 2m ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു എഫ് ബൈ തിയറം 8.21. 8.21 എന്ന് പറഞ്ഞ തിയറം എന്താ പറഞ്ഞത്, ദാറ്റ് മീൻസ് ഓയിലർ ഫോർമുല. 8.21 എന്ന് പറഞ്ഞാൽ ഓയിലർ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം, എഫ് ഈക്വൽ ടു 2 - n + m, ദാറ്റ്സ് ഈക്വൽ ടു 2m ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ കെ ഇൻറ്റു 2 - n + m ഇംപ്ലൈങ് ദാറ്റ് ഇവിടെ 2k, ഇവിടെ എന്ത് വരും, 2k - nk + m എന്ന് വരും. സോ km എന്ന് വരും. സോ 2m mk. സോ ഈ എം കെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുക. സോ എം ഇൻറ്റു k-2 ദാറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു n-2 എന്ന് വരും. ദെൻ നമുക്ക് എം ആണ് കാണേണ്ടത്. സോ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു n-2 ഡിവൈഡഡ് k-2 എന്ന് വരും. ഓക്കെ, അടുത്തത് പീറ്റേഴ്സൺ ഗ്രാഫ് പി ഈസ് നോൺ പ്ലാനാർ. പീറ്റേഴ്സൺ ഗ്രാഫ് പി എന്ന് പറഞ്ഞാൽ നോൺ പ്ലാനാർ ആണെന്നാണ്. അത് നമ്മളവിടെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അവിടെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നോൺ പ്ലാനാർ എന്ന് വെച്ച്, നോൺ പ്ലാനാർ എന്നുള്ളത് ഗിർത്ത് വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകണം. സോ ഗിർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീറ്റേഴ്സൺ ഗ്രാഫിൻ്റെ ഗിർത്ത് എന്തായിരിക്കും, 5 ആയിരിക്കും. കാരണം അതിൻ്റെ ലോങ്ങസ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ആണ് വരിക. ദെൻ എൻ ഓഫ് പി ഈക്വൽ ടു അവിടെ എന്താണ്, എൻ ഓഫ് പി എന്ന് പറഞ്ഞാൽ 10 ആണ്. ആൻഡ് എം ഓഫ് പി ഈക്വൽ ടു 15 ആണ്. എൻ ഓഫ് പി എന്ന് പറഞ്ഞത് 10ഉം എം ഓഫ് പി എന്ന് പറഞ്ഞത് 15ഉം ആണ്. പീറ്റേഴ്സൺ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. നോട്ട് ചെയ്തിട്ട് വരണം, സോറി, ഇത് ജോയിൻ ചെയ്യണം കേട്ടോ. ഇത് വരും. പിന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ ഇവിടുന്ന് ഓരോ എഡ്ജസ് ഇങ്ങോട്ട് വരയ്ക്കാം. അതായത് എല്ലാ വേർട്ടിസസും എല്ലാം തമ്മിൽ കണക്ഷൻ വരും. അതുപോലെ ഇത് ഇവിടുന്ന് ഇതിന് ഇങ്ങോട്ട് കണക്ഷൻ, ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ഷൻ വരും. അതേപോലെ ഇതിൽ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ വരും. ഇതിൽ നിന്ന് ഇങ്ങോട്ട്, ഇതിൽ നിന്ന് ഇങ്ങോട്ട്, ഇങ്ങോട്ട്, ആൻഡ് ഇതിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ട്. ഒരു സ്റ്റാർ, ഉള്ളിൽ സ്റ്റാർ വരുന്ന രീതി. ഇതാണ് പീറ്റേഴ്സൺ ഗ്രാഫ്. ഇതിൻ്റെ ഗിർത്ത് എന്ന് പറഞ്ഞിട്ട് ഷോർട്ടസ്റ്റ് സൈക്കിളിൻ്റെ ലെങ്ത്ത്. സോ ഷോർട്ടസ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 5 എന്തായാലും വരുള്ളൂ. കാരണം അതിൽ നമ്മൾ 5 ആണ് അതിൻ്റെ സൈക്കിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അതിന് നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10, വേർട്ടിസസ് പറഞ്ഞാൽ 10 ആണ്. നമ്പർ ഓഫ് എഡ്ജസ് പറഞ്ഞാൽ 15 ആണ്. സോ ഹെൻസ് ഇഫ് പി പറഞ്ഞാൽ വേർ പ്ലാനാർ ആണ്. ഇഫ് പി വേർ പ്ലാനാർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇഫ് നമ്മളിപ്പോൾ ഇവിടെ കഴിഞ്ഞ തിയറത്തിൽ ഇതില്ലേ,
എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു എൻ മൈനസ് ടു. സോ എം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര 15 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു എൻ മൈനസ് ടു. സോ കെ ഇസ് 5 ഇൻറ്റു എൻ മൈനസ് ടു. സോ 10 മൈനസ് ടു ഡിവൈഡഡ് k minus 2. So k minus 2 that means 5 minus 2. So 10 minus 2 8. So 5 into 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 by 3 എന്ന് വരും 15. So 15 is less than or equal to 14 by 3 എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചെറുതായിട്ട് വരും. So which is not true, hence P is non planar. നമ്മൾ P plan